ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, PSC എക്സാംസിനൊക്കെ വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് റെസ്പിറേറ്ററി മെറ്റബോളിക് അസിഡോസിസ് ആൻഡ് ആൽക്കലോസിസ്. അപ്പോൾ 1 മാർക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അസിഡോസിസ് ആൻഡ് ആൽക്കലോസിസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. pH എന്താണ് pH? പൊട്ടൻഷിയേഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ നമ്മൾ പവർ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയാറുള്ളത് അല്ലേ? ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൊറൻസൺ ആണ് 99ലാണ്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു എക്വ സൊല്യൂഷന്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് pH സ്കെയിലിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെ. എത്രയാണ് നോർമൽ ആയിട്ടുള്ള pH ലെവൽ? 7.35 to 7.45 ആണ് നോർമൽ pH ലെവൽ എന്ന് പറയുന്നത്. ഇതൊരു pH സ്കെയിൽ ആണ്. ഇവിടെ നമുക്ക് 1 മുതൽ 14 വരെയുള്ള യൂണിറ്റ്സ് കാണാം അല്ലെ. ഇതിൽ 7 ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ പോയിന്റ് ആണ്. 7ൽ നിന്ന് താഴോട്ട് പോകും തോറും അസിഡോസിസ് ആണ് എന്ന് പറയുമ്പം 6 ആണെങ്കിൽ വീക്ക് ആസിഡ് ആണ്, 5 ആണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, അങ്ങനെ 1ലോട്ട് എത്തുമ്പോൾ സ്ട്രോങ് അസിഡിക് സ്വഭാവം വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. അതായത് 7.35 എന്ന് പറയുന്ന വാല്യൂ ഒന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ആസിഡ് നാച്ചർ അല്ലെങ്കിൽ അസിഡിക് നാച്ചർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓർത്തിരിക്കുക, pH 7.35 to 7.45 ആണ് നോർമൽ റേഞ്ച്. അതിൽ 7.35 എന്ന് താഴോട്ട് പോകുന്തോറും അസിഡിക് നാച്ചർ അല്ലെ, അസിഡിക് നാച്ചർ കൂടി വരുന്നു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, 6 നമ്പറുള്ള സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ 1 pH ഉള്ള സൊല്യൂഷൻ ആണോ സ്ട്രോങ് ആസിഡ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കറിയാം നമ്പർ കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് അസിഡിക് നാച്ചർ കൂടി വരികയാണ് അല്ലെ. അപ്പൊ 6ഉം 1ഉം pH വാല്യൂ ഉള്ള സൊല്യൂഷൻ തന്നാൽ അതിൽ സ്ട്രോങ് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത് 1നെ ആയിരിക്കും. അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ആൽക്കലോസിസ് 7.45ന് മുകളിലാവുമ്പോഴാണ് കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കാണാം വാല്യൂസ് കൂടുന്നതിനനുസരിച്ച്, നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് ആൽക്കലൈൻ നാച്ചർ കൂടി വരികയാണ്. അപ്പൊ ഇവിടെ വീക്ക് ബേസ് ആണ് അല്ലെ, നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ സ്ട്രോങ് ബേസ് ആയിട്ട് അല്ലെ സ്ട്രോങ് ആൽക്കലൈൻ നാച്ചർ ഉള്ള സൊല്യൂഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറയുമ്പോൾ 7.35ന് താഴെയാണെങ്കിൽ അസിഡിക് നാച്ചറും 7.45ന് മുകളിലാണെങ്കിൽ ആൽക്കലൈൻ നാച്ചറും നമുക്ക് കാണാൻ പറ്റും. pH നോർമൽ pH എന്ന് പറയുന്നത് 7.35 to 7.45. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 35 to 45 mmHg. ബൈകാർബണേറ്റ് 22 to 27 milli equivalents per liter. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 80 to 100 mmHg. ഈ 4 വാല്യൂസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അസിഡോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. ഇവിടെ pHന്റെ ലെവൽ കുറവായിരിക്കും അല്ലെ, pH കുറവായിരിക്കും. pH കുറയുന്നതിനനുസരിച്ചിട്ട് അസിഡിക് നാച്ചർ കൂടി വരുന്നു അല്ലെ. 7.35ന് താഴെയായിരിക്കും. ഹൈഡ്രജൻ അയോൺസ് കൂടുതലായിരിക്കും. ബൈകാർബണേറ്റ് കുറവായിരിക്കും, ഡിക്രീസ്ഡ് ആയിരിക്കും. ആസിഡ്സ് ആർ കോൾഡ് ഹൈഡ്രജൻ അയോൺസ് ഡോണേഴ്സ്. During acidosis, hydrogen ions moves into the cells and potassium out the cells. സെറം പൊട്ടാഷ്യം ഇൻക്രീസ്ഡ് ലീഡ്സ് ടു ഹൈപ്പർകലീമിയ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ അല്ലെ. അസിഡോസിസ് ഉണ്ടാവുന്ന സമയത്ത് ഹൈപ്പർകലീമിയ ഉണ്ടാകുന്നു. അതായത് ബ്ലഡിൽ നമ്മളെ പൊട്ടാഷ്യത്തിന്റെ എമൗണ്ട് കൂടുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ പറയും ആസിഡ്സ് ഹൈഡ്രജൻ അയോൺ ഡോണേഴ്സ് ആണ്. കാരണം അസിഡോസിസിന്റെ സമയത്ത് സെല്ലിനുള്ളിലോട്ട് ഹൈഡ്രജൻ അയോൺസ് മൂവ് ചെയ്യുന്നു. അപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള പൊട്ടാഷ്യം എന്ത് ചെയ്യും? പുറത്തോട്ട് വരും അല്ലെ, അതായത് ബ്ലഡിലോട്ടൊക്കെ കയറും അല്ലെങ്കിൽ പ്ലാസ്മയിലോട്ട് പോകുന്നു അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് സെറം പൊട്ടാഷ്യം ലെവൽ കൂടും, അത് ഹൈപ്പർ കലീമിയയിലോട്ട് കൊണ്ടുപോകും. അപ്പം ഓർത്തിരിക്കുക, അസിഡോസിസിലാണ് ഹൈപ്പർ കലീമിയ കാണുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആൽക്കലോസിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ആൽക്കലോസിസ് എന്ന് ഓർക്കുമ്പോഴേ നമ്മൾ പഠിച്ചിരിക്കണം pH ലെവൽ കൂടുതലാണ്. ആൽക്കലോസിസിൽ pH ലെവൽ കൂടുതലാണ് എന്ന് പറയുമ്പം 7.45ന് മുകളിലായിരിക്കും pH. ഹൈഡ്രജൻ അയോൺസ് കുറവായിരിക്കും, ബൈകാർബണേറ്റ് കൂടുന്നതായിട്ട് കാണാം അല്ലെ. അപ്പം ആൽക്കലോസിസിന്റെ സമയത്ത് ബൈകാർബണേറ്റ് കൂടുതലാണ്. ഈ പോയിന്റ് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസസ് ആർ കോൾഡ് ഹൈഡ്രജൻ അയോൺസ് ആക്സെപ്റ്റേഴ്സ്. ഡ്യൂറിങ് ആൽക്കലോസിസ് ഹൈഡ്രജൻ അയോൺസ് മൂവ്സ് ഫ്രം സെൽസ് ടു ബ്ലഡ്. പൊട്ടാഷ്യം അയോൺസ് മൂവ്സ് ഫ്രം ബ്ലഡ് ടു സെൽസ്. അപ്പം നമ്മുടെ ആൽക്കലോസിസിന്റെ സിറ്റുവേഷനിൽ
എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജൻ അയോൺസ് സെല്ലിൽ നിന്ന് പുറത്തോട്ട് വരുന്നു, അതായത് ബ്ലഡിലോട്ട് കലരുന്നു ഹൈഡ്രജൻ അയോൺസ് അല്ലെ. പൊട്ടാഷ്യം എന്ത് ചെയ്യുന്നു? പൊട്ടാഷ്യം ബ്ലഡിൽ നിന്ന് എവിടേക്ക് പോകുന്നു? സെല്ലിന്റെ ഉള്ളിലോട്ട് പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡിന്റെ അകത്തുള്ള പൊട്ടാഷ്യം അയോൺസിന്റെ എമൗണ്ട് കുറയുന്നു. അത് ഹൈപ്പോ കലീമിയ എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയാണ് നമ്മൾ അസിഡോസിസ് ആൻഡ് ആൽക്കലോസിസിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്. അതുപോലെ ഈ 4 വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ പറയും പി എച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ്? ബൈകാർബണേറ്റ് ആണ് എന്ന് പറയുമ്പം നമ്മളെ പി എച്ച്, ബ്ലഡിലെ പി എച്ച് കൂടുന്നതിനനുസരിച്ച് ബൈകാർബണേറ്റ് ലെവലും കൂടുന്നുണ്ട്. അതെ, അതായത് പി എച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ 7.45 മുകളിൽ വരുന്നു പി എച്ച് അല്ലെ. അതിനനുസരിച്ചിട്ട് തന്നെ ബൈകാർബണേറ്റിന്റെ ലെവലും കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ പി എച്ച് കൂടുക എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആൽക്കലൈൻ നാച്ചർ കൂടുന്നു, അതുപോലെ തന്നെ ബൈകാർബണേറ്റ് ലെവൽ കൂടുന്നു അല്ലെ. പി എച്ച് കൂടുന്നതനുസരിച്ചിട്ട് ആരാണ് കൂടുന്നത്? ബൈകാർബണേറ്റ് ആണ്. ഇനി പി എച്ച് കുറയുന്ന സമയത്ത് ബൈകാർബണേറ്റ് കുറയും എന്ന് പറയുമ്പോൾ ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതായത് ഒരാൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെ മറ്റേ ആളും ചെയ്യുന്നു, രണ്ടുപേരും ഒരുപോലെയാണ് അല്ലെ. പി എച്ച് കുറയുമ്പോൾ ബൈകാർബണേറ്റും കുറയും, പി എച്ച് കൂടുമ്പോൾ ബൈകാർബണേറ്റും കൂടും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇത് പഠിച്ചിരിക്കുക. പി എച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബൈകാർബണേറ്റ്. പി എച്ച് കൂടുമ്പോൾ ബൈകാർബണേറ്റും കൂടുന്നു എന്ന് പറയുമ്പോൾ പി എച്ച് കൂടുമ്പോൾ ആൽക്കലൈൻ നാച്ചർ കൂടുന്നു, പി എച്ച് കൂടുമ്പോൾ ആൽക്കലൈൻ നാച്ചർ കൂടുന്നു. അടുത്തത് നമുക്ക് ഇവിടെ ആരാണ് എനിമി നോക്കാം. പി എച്ചിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് പറയുമ്പോൾ പി എച്ച് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നതായിട്ട് കാണാം അല്ലെ. എന്താ കാരണം? പി എച്ച് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു ആൽക്കലൈൻ നാച്ചുറിനെയാണ് പി എച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അവിടെ ആൽക്കലൈൻ നാച്ചുർ ആവുമ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും അല്ലെ. ആൽക്കലൈൻ നാച്ചുറിലോട്ട് പോവാന്ന് പറയുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും അല്ലെ. അപ്പൊ പി എച്ചിന്റെ ശത്രുവാണ് ആര്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ പി എച്ച് കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നു, പി എച്ച് കുറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു എന്ന് പറയുമ്പോൾ രണ്ടാളും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്, സിമിലർ അല്ല. അപ്പൊ പി എച്ച് കൂടുക എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ നാച്ചർ ആണ് കൂടുന്നത്, പി എച്ച് കുറയുക എന്ന് പറയുമ്പോൾ അവിടെ അസിഡിക് നാച്ചർ ആണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ പി എച്ച് കുറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ പി എച്ച് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും, അത് ആൽക്കലൈൻ നാച്ചറിനെ സൂചിപ്പിക്കുന്നു. ഇനി പി എച്ച് കുറയുമ്പോൾ അത് അസിഡിക് നാച്ചറിനെ സൂചിപ്പിക്കുന്നു, ആ സമയത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. അപ്പൊ ഈ 2 പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. ഇതൊരു എ ബി ജി, നമുക്ക് എങ്ങനെ എ ബി ജിയിൽ അല്ലെങ്കിൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസിൽ നമുക്ക് എങ്ങനെയാണ് അത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, ആൽക്കലോസിസ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് ആണോ, ആൽക്കലോസിസ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ റെസ്പിറേറ്ററി അസിഡോസിസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നത് ആർക്കാണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ് അല്ലെ. ഇപ്പൊ റെസ്പിറേറ്ററി ആണ് ഒരു കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമുക്കൊരു എ ബി ജി ഒരു വാല്യൂ തന്നു, അതിൻ്റെ അകത്ത് ഈ ഒരു പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട് ആരെ കൂടെ? പി എച്ചിന്റെ കൂടെ എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഒരു റെസ്പിറേറ്ററി റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ സമയം തന്നെ അവിടെ നമ്മൾ ബൈകാർബണേറ്റ് നോക്കുകയാണെങ്കിൽ ബൈകാർബണേറ്റിന് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, നോർമൽ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു ബോക്സ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. റെസ്പിറേറ്ററി ആണ് കണ്ടീഷൻ എങ്കിൽ അവിടെ ചേഞ്ച് പി എച്ചിന്റെ കൂടെ ആർക്കാണ് ഉണ്ടാവുന്നത്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡിനാണ് ചേഞ്ച് ഉണ്ടാവുന്നത് അല്ലെ. റെസ്പിറേറ്ററി ആണ് അവിടെ നമ്മൾ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ അതിൽ റെസ്പിറേറ്ററി റിലേറ്റഡ് ആണെങ്കിൽ പി എച്ചിന്റെ കൂടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത് ആർക്കായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിനാണ്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ബൈകാർബണേറ്റിന്റെ ലെവല് നോർമൽ ആയിരിക്കും അധികവും അല്ലെ. ഇനി റെസ്പിറേറ്ററി അസിഡോസിസ് ആണെങ്കിലോ, അസിഡോസിസ് എന്ന് പറയുമ്പോഴേ ഓർക്കുക പി എച്ച് അവിടെ കുറവാണ് അല്ലെ. പക്ഷെ അവിടെ ആരാണ് കൂടുതലുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന സമയത്ത് അസിഡിക് നാച്ചർ കൂടുന്നു, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അസിഡോസിസ് ആണ്, പി എച്ച് കുറവായിരിക്കും, അസിഡോസിസിൽ പി എച്ച് കുറവാണ് അല്ലെ. അപ്പൊ ഈ ഒരു പി എച്ച് കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ് അല്ലെ. അപ്പൊ പി എച്ചിന്റെ ശത്രുവാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പി എച്ച് കുറവായിരിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും അല്ലെ. അപ്പം ഇവർ രണ്ടുപേരും ശത്രുക്കളാണ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. ഇനി റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ എന്താണ് വ്യത്യാസം? റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുന്നു
pH കൂടുതലാണ്, 7.45 മുകളിലായിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എങ്ങനെയായിരിക്കും? ആൽക്കലോസിസ് ആണെങ്കിൽ കുറവായിരിക്കും, കാർബൺ ഡയോക്സൈഡ് കുറവായിരിക്കും. ഇനി മെറ്റബോളിക് ആണ് നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബൈകാർബണേറ്റും pHന്റെ വാല്യൂം കൂടെ വെച്ചിട്ടാണ്. ഓക്കെ, മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിലും ആൽക്കലോസിസ് ആണെങ്കിലും അവിടെ pHന്റെ കൂടെ വാല്യൂല് ചേഞ്ച് ഉണ്ടാവുന്നത് ബൈകാർബണേറ്റിനാണ്. അപ്പൊ pH കൂടുന്നു കുറയുന്നു അല്ലെ, അതിന്റെ കൂടെ ബൈകാർബണേറ്റ് കൂടുന്നു കുറയുന്നു എന്ന് കണ്ടാൽ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കുക അത് മെറ്റബോളിക് ആണ് അല്ലെ, റെസ്പിറേറ്ററി അല്ല. റെസ്പിറേറ്ററി ആണെങ്കിൽ അവിടെ കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂലാണ് വളരെ വ്യത്യാസം കാണുന്നത്. ബൈകാർബണേറ്റിന്റെ വാല്യൂല് pHന്റെ കൂടെ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത് എന്താണ്? മെറ്റബോളിക് ആണ്. ഇനി എങ്ങനെ ഇത് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് നമ്മൾ നോക്കാം. മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ പറയാം, അസിഡോസിസ് ആണെങ്കിൽ pH കുറവായിരിക്കും അല്ലേ, ബൈകാർബണേറ്റും കുറവായിരിക്കും അല്ലെ. നമ്മൾ പഠിച്ചു pHന്റെ ഫ്രണ്ട് ആണ് ബൈകാർബണേറ്റ്. pH കുറയുമ്പം ആരും കുറയും? ബൈകാർബണേറ്റ് കുറയും അല്ലെ. pH കൂടുമ്പം ആര് കൂടും? ബൈകാർബണേറ്റ് കൂടും. അപ്പൊ ഫ്രണ്ട്സ് ആണ് pHഉം ബൈകാർബണേറ്റും അല്ലെ. അപ്പൊ മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ pH കുറവായിരിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് നോർമൽ ആയിരിക്കും, ബൈകാർബണേറ്റ് കുറവായിരിക്കും. ഇനി ആൽക്കലോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ് ആണെങ്കിൽ ആൽക്കലോസിസ് ആണ് അല്ലെ. അപ്പൊ pH കൂടുതലാണ്, 7.45 മുകളിലാണെന്ന് നമുക്ക് മനസ്സിലായി. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് നോർമൽ ആണ് അല്ലെ, അല്ലെങ്കിൽ സ്ലൈറ്റ് ചേഞ്ചേ കാണാറുള്ളൂ. ബൈകാർബണേറ്റ് കൂടുതലാണ് അല്ലെ. മെറ്റബോളിക് ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ pH കൂടുതലാണ്, ബൈകാർബണേറ്റ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഡാറ്റാസും കിട്ടി. എന്താണ് ABG? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസിനെയാണ് നമ്മൾ ABG എന്ന് പറയുന്നത് അല്ലെ. ABG നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഡിലെ ഓക്സിജനേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിന്റെ ആസിഡ് ബേസ് ബാലൻസ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ABGക്ക് എടുക്കുന്ന സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് വിത്തിൻ 15 മിനിറ്റ്സ് കൊണ്ടാണ്. അതുപോലെ നമുക്ക് വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പൊ സൈറ്റ് സെലക്ഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്, ഏത് സൈറ്റിൽ നിന്നാണ് ABGക്ക് വേണ്ടിയിട്ടുള്ള ബ്ലഡ് നമ്മൾ സാമ്പിൾ നമ്മൾ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ റേഡിയൽ ആർട്ടറി ആണ് മോസ്റ്റ് കോമൺ സൈറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രിഫറബിൾ സൈറ്റ്, ബെസ്റ്റ് സൈറ്റ് എന്നെല്ലാം പറയുന്നത്. അതുപോലെ നമുക്ക് റേഡിയൽ ആർട്ടറി ഇനിയിപ്പം നമുക്ക് അവൈലബിൾ അല്ല അല്ലെങ്കിൽ അവിടെ ഒക്ലൂഡഡ് ആണെങ്കിലൊക്കെ നമുക്ക് അൾനാർ അല്ലെങ്കിൽ ഫെമറൽ ആർട്ടറി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അലൻസ് ടെസ്റ്റ് ആണ് നമ്മൾ ABGയുടെ മുന്നേ ചെയ്യുന്ന ടെസ്റ്റ്. അപ്പൊ എക്സാമിന് ചോദിക്കും ABG നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഏത് ടെസ്റ്റ് ആണ് പെർഫോം ചെയ്യേണ്ടത്? അലൻസ് ടെസ്റ്റ് ആണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. അലൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ റേഡിയൽ ആൻഡ് അൾനാർ ആർട്ടറീസിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നു. അതേസമയം തന്നെ പേഷ്യന്റിനോട് കൈ ചുരുട്ടി വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അൾനാർ ആർട്ടറി അതുപോലെ തന്നെ റേഡിയൽ ആർട്ടറിയിൽ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ പേഷ്യന്റിനോട് കൈ റിലാക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നു അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നു. ആ സമയത്തും ഈ രണ്ട് പോയിന്റിലുള്ള പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾനാർ ആർട്ടറി പേറ്റന്റ് ആണോ എന്ന് നമുക്ക് നോക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റേഡിയൽ ആർട്ടറിയിൽ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് റേഡിയൽ ആർട്ടറി, നമ്മൾ ഈ ഒരു ബിഗ് ഫിംഗറിന്റെ അടുത്തുള്ളതാണ്. ഇതാണ് റേഡിയൽ ആർട്ടറി. ഈ റേഡിയൽ ആർട്ടറിയിൽ നമ്മൾ പ്രഷർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ ഒരു അൾനാർ ആർട്ടറിയിലെ പ്രഷർ റിലീസ് ചെയ്യും അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കും എത്ര സമയം കൊണ്ടാണ് ഈ ഒരു പാമിലോട്ടുള്ള കളർ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ഫുൾ റെഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എത്ര ടൈം എടുത്തിട്ടാണ് ഈ ഒരു പാമിന്റെ കളർ റിട്ടേൺ ആയിട്ട് ഒരു പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു പോകുന്നത് എന്ന് നമ്മൾ നോക്കും അല്ലെ. റേഡിയൽ ആർട്ടറിയിൽ നമ്മൾ പ്രഷർ വെച്ചുകൊണ്ട് തന്നെ പാം എത്ര സമയം കൊണ്ടാണ് നോർമൽ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ എത്ര ടൈം എടുത്തിട്ടാണ് ബ്ലഡ് സപ്ലൈ ഉള്ളത് അല്ലെങ്കിൽ എത്ര ടൈം എടുക്കുന്നു റീഫിൽ ആവാൻ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പൊ മെയിൻ ആയിട്ടും നമ്മൾ ഇതിൽ ulnar test is a blood flow test used to determine if the ulnar artery has good blood flow to the hand. നമ്മൾ ulnar arteryക്ക് ഹാൻഡിലോട്ട് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ബ്ലഡ് ഫ്ലോ ടെസ്റ്റ് കൂടിയാണ് അലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. If the hand flushes within 5 to 15 seconds after the ulnar artery is released, it's called positive test. നമ്മൾ എപ്പോഴാണ് പോസിറ്റീവ് ടെസ്റ്റ് ആണെന്ന് പറയുന്നത്? ഈ ഒരു അൾനാർ ആർട്ടറിയിലൂടെ ബ്ലഡ് ഒരു 5 to 15 സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ ഹാൻഡിലോട്ട് എത്തുന്നു, അവിടെ മൊത്തം ഒരു റെഡ് കളറിൽ അവിടെ ഫ്ലഷ് ചെയ്ത് കാണുന്നെങ്കിൽ നമ്മൾ പോസിറ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അൾനാർ ആർട്ടറി വഴി നല്ലൊരു സർക്കുലേഷൻ ഉണ്ട് അല്ലെങ്കിൽ അൾനാർ ആർട്ടറിയിലൂടെ നല്ല രീതിയിൽ ബ്ലഡ് പാങ്ങിലോട്ട് പോകുന്നുണ്ട്, അൾനാർ ആർട്ടറിയിൽ വേറെ ബ്ലോക്കോ ഒക്ലൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ പോസിറ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്.
If the hand does not flush within that time, it could indicate that the ulnar circulation is inadequate. In this case, radial artery should not be punctured. അല്ലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അൾനാർ ആർട്ടറി വഴി നല്ലൊരു സർക്കുലേഷൻ ഇല്ല എന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ഒരു വിത്തിൻ 5 to 15 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ആ ഒരു നമ്മളെ പാമ്പിലോട്ട് അത്യാവശ്യത്തിന് സർക്കുലേഷൻസ് കാര്യങ്ങൾ എത്തുന്നില്ല അല്ലെങ്കിൽ ഡിലേ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അൾനാർ ആർട്ടറി വഴിയുള്ള സർക്കുലേഷൻ ഇനാഡിക്വേറ്റ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ റേഡിയൽ ആർട്ടറി പങ്ക്ചർ ചെയ്യാറില്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോ പ്ലാസ്മ PCO2 seen in A. Metabolic acidosis. B. Respiratory alkalosis. C. Metabolic alkalosis. D. Respiratory acidosis. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ലോ പ്ലാസ്മ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഏത് കണ്ടീഷനിലാണ് കാണുന്നത് അല്ലെ? അപ്പൊ കാർബൺ ഡയോക്സൈഡ് കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തായിരിക്കും ആൽക്കലോസിസ് ആണ് അല്ലെ? അപ്പൊ അത് ആൽക്കലോസിസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ രണ്ട് അസിഡോസിസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. കാരണം അവിടെ അസിഡോസിസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ ആൽക്കലോസിസ് ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ലോ പ്ലാസ്മ PCO2 അല്ലെ, കാർബൺ ഡയോക്സൈഡ് ലോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും? എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? റെസ്പിറേറ്ററി ആൽക്കലോസിസ് അല്ലെ, ആൽക്കലോസിസുമായിട്ട് റെസ്പിറേറ്ററി ആൽക്കലോസിസുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇവിടെ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ലോ പ്ലാസ്മ കാർബൺ ഡയോക്സൈഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? ആൽക്കലോസിസ് ആണ് അല്ലെ? അപ്പം അവിടെ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്, കാർബൺ ഡയോക്സൈഡ് ആണ് പറഞ്ഞിരിക്കുന്നത്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിക്രീസ്ഡ് പ്ലാസ്മ ബൈകാർബണേറ്റ്. Option A. Metabolic acidosis. B. Metabolic alkalosis. C. Respiratory acidosis. D. Respiratory alkalosis. ഏത് കണ്ടീഷനിലാണ് പ്ലാസ്മ ബൈകാർബണേറ്റ് ഡിക്രീസ്ഡ് ആയിരിക്കുന്നത്, കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ ബൈകാർബണേറ്റ് അല്ലെ, ഇവിടെ ബൈകാർബണേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബൈകാർബണേറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അസിഡോസിസ് ഉണ്ട്, ആൽക്കലോസിസ് ഉണ്ട്. അപ്പൊ ബൈകാർബണേറ്റ് കുറഞ്ഞിരിക്കുന്നത് എപ്പോഴായിരിക്കും? അസിഡോസിസിലാണോ ആൽക്കലോസിസിലാണോ? ബൈകാർബണേറ്റ് അസിഡോസിസിലാണ് കുറഞ്ഞിരിക്കുക അല്ലെ? അസിഡോസിസിലാണ് ബൈകാർബണേറ്റ് കുറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മെറ്റബോളിക് അസിഡോസിസ് ആണ് ആൻസർ. ബൈകാർബണേറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബൈകാർബണേറ്റിലെ വേരിയേഷൻസ് ഉണ്ടാവുന്നത് മെറ്റബോളിക് എന്ന് പറയുന്നതിലാണ് അല്ലെ? ഇവിടെ ബൈകാർബണേറ്റ് കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസിഡോസിസ് ആണ് കണ്ടീഷൻ. Next question is increased plasma bicarbonate seen in metabolic acidosis, metabolic alkalosis, respiratory alkalosis, respiratory acidosis. ബൈകാർബണേറ്റിന്റെ ലെവൽ കൂടുതലാണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെസ്പിറേറ്ററി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസും നമ്മൾ കട്ട് ചെയ്യുന്നു. മെറ്റബോളിക് റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ബൈകാർബണേറ്റ് ആണ് അല്ലെ? പ്ലാസ്മ ബൈകാർബണേറ്റ് ഇൻക്രീസ്ഡ് ആണ് എന്ന് പറയുമ്പം അത് എന്ത് കണ്ടീഷൻ ആണ്? ബൈകാർബണേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആൽക്കലൈൻ നാച്ചർ ആണ് കൂടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. Next question is pH 7.39, partial pressure of carbon dioxide 44, bicarbonate 26. അപ്പൊ ഏത് കണ്ടീഷനിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, അല്ലെങ്കിൽ നോർമൽ ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ നമ്മൾ നോക്കുന്നു pH എന്ന് പറയുന്നത് 7.39 ആണ്. അപ്പൊ നോർമൽ pH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് നോർമൽ ലെവലാണ് അല്ലെ? ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് നോക്കാം. കാർബൺ ഡയോക്സൈഡിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 35 to 45 ആണ്. അപ്പൊ ഇവിടെ തന്ന വാല്യൂ 44 ആണ്. അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് നോർമൽ ആണ് അല്ലെ? ഇനി ബൈകാർബണേറ്റിന്റെ വാല്യൂ എത്രയാണ്? 22 to 26 ആണ്. അപ്പൊ ഇതും നോർമൽ ആണ്, അല്ലെങ്കിൽ 22 to 27 വരെ നോർമൽ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ വാല്യൂ നോർമൽ ആണ് എന്ന് പറയുമ്പോൾ ഇത് ABG നോർമൽ ആണ്. എന്താണ് റെസ്പിറേറ്ററി അസിഡോസിസ്?
അല്ലെ? അല്ലെങ്കിൽ റെസ്പിറേറ്ററി അസിഡോസിസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ. Occurs when lungs cannot remove carbon dioxide. This cause body fluid, especially blood, become too acidic. അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ലങ്സ് ആണ് കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് തള്ളുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. അല്ലെ? അപ്പൊ നമ്മുടെ ലങ്സിന് കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് കളയാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിൽ ആസിഡ്സിന്റെ നാച്ചർ കൂടുതലാവും എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും നമ്മുടെ ബ്ലഡിലൊക്കെ. അതുവഴി ബ്ലഡ് എന്തായിരിക്കും? ബ്ലഡ് അസിഡിക് ആയിട്ട് മാറും. അല്ലെ? അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെയാണ് കോസ്? ഈ കോസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത് നിരവധി എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മളെ ലങ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എയർവേയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്ലൂഷൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ ആസ്മ കണ്ടീഷൻസ്, അറ്റലക്ടാസിസ്, എംഫൈസീമ, പൾമണറി എഡിമ, ബ്രോങ്കൈറ്റിസ്, ബ്രെയിൻ ട്രോമ, ഗുള്ളൻ ബാരി സിൻഡ്രോം, ഇതുപോലെയുള്ള കേസുകളിലെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കാർബൺ ഡയോക്സൈഡ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നു. അല്ലെ? എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് കാർബൺ ഡയോക്സൈഡ് നമ്മളെ ബ്ലഡിന്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു, ബ്ലഡ് അസിഡിക് ആയിട്ട് മാറുന്നു. അല്ലെ? അതുപോലെ CNS ഡിപ്രസൻസ്, അനസ്തീഷ്യ, എന്തെങ്കിലും പോസ്റ്റ് അനസ്തീഷ്യ ഒക്കെ ആണെങ്കിൽ, അതുപോലെ സെഡേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസിലൊക്കെ അവിടെയൊക്കെ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മളെ ലങ്സിന് എക്സ്ട്രാ ഉള്ള കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് കളയാൻ കഴിയുന്നില്ല, അങ്ങനെ ബ്ലഡ് അസിഡിക് ആവുന്നു. അല്ലെ? അതുപോലെ ഹൈപ്പോ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ലങ്സിന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല കാർബൺ ഡയോക്സൈഡിനെ. അല്ലെ? ഹൈപ്പോ വെന്റിലേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ, പൾമണറി എംബോളൈ, അല്ലെ? എംബോളൈ ഒക്ലൂഷൻസ് ആണ്. അല്ലെ? അപ്പം നമ്മൾ കാർബൺ ഡയോക്സൈഡ് നല്ല രീതിയിൽ എക്സ്പെൽ ചെയ്ത് പോകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലഡ് ടു അസിഡിക് ആയിട്ട് മാറുന്നു. അല്ലെ? അപ്പൊ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ കോഴ്സ് കാര്യങ്ങളും കൂടെ പഠിച്ചു. എന്താണ് റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ സംഭവിക്കുന്നത്? റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഏതൊക്കെ കണ്ടീഷനിലാണ് കാണുന്നത്? ഫീവർ, അതുപോലെ തന്നെ ഫീവർ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഓവർ സ്റ്റിമുലേഷൻ കിട്ടും. ഇങ്ങനെ ഓവർ സ്റ്റിമുലേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഒക്കെ ലങ്സ് വഴി ഒരുപാട് എക്സ്പെൽ ചെയ്ത് പോകും. അതായത് ഒരുപാട് കാർബൺ ഡയോക്സൈഡ് നമുക്ക് നഷ്ടപ്പെടുന്നു. അല്ലെ? ഓവർ ഇപ്പൊ ഹൈപ്പർ വെന്റിലേഷൻ പോലെയുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ മെറ്റബോളിസം കൂടുന്ന സമയത്ത് ഫീവറിലൊക്കെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് സ്റ്റിമുലേഷൻ കിട്ടുന്നു. അതുവഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് നഷ്ടപ്പെട്ടു പോകുന്നു ലങ്സ് ത്രൂ. അല്ലെ? ഇനി ഹൈപ്പോക്സിയ, ഹൈപ്പർ വെന്റിലേഷൻ, ഹിസ്റ്റീരിയ, അല്ലെങ്കിൽ ഇപ്പൊ മെക്കാനിക്കൽ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അതിന്റെ ഓവർ സ്റ്റിമുലേഷൻ കൊണ്ട്, ഓവർ വെന്റിലേഷൻ കൊണ്ടൊക്കെ കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതുപോലെ പെയിൻ വരുന്ന സമയത്തും റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഓവർ സ്റ്റിമുലേഷൻ വരാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസിലോട്ട് നയിക്കുന്ന റീസൺസ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് ഒരുപാട് പുറത്തോട്ട് പോകുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ഓവർ ആയിട്ട് പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് വരുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നു, റെസ്പിറേറ്ററി ആൽക്കലോസിസിലോട്ട് പോകും. നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് മെയിൻ ആയിട്ടുള്ള 3 മെക്കാനിസംസ് ആണ്. ഈ 3 മെക്കാനിസംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു മെക്കാനിസത്തിൽ നമ്മൾ ഈ ഒരു കോമ്പൻസേഷൻ ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, അല്ലെങ്കിൽ അൺകോമ്പൻസേറ്റഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കോമ്പൻസേറ്റഡ് ആണെങ്കിൽ, അല്ലെ? കോമ്പൻസേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും pH എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും, pH ന്റെ വാല്യൂ നോർമൽ ആയിരിക്കും. അതിന്റെ കൂടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അബ്നോർമൽ ആയിരിക്കും, അതുപോലെ തന്നെ ബൈകാർബണേറ്റ് അബ്നോർമൽ ആയിരിക്കും. അപ്പൊ കോമ്പൻസേറ്റഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അബ്നോർമൽ ആണ്, ബൈകാർബണേറ്റ് അബ്നോർമൽ ആണ്, പക്ഷെ ഒരാൾ മാത്രം അവിടെ നോർമൽ ആണ്. ആരാണ്? നമ്മുടെ pH. അല്ലെ? pH മാത്രം നോർമൽ ആണ്, ബാക്കി 2 ആൾക്കാർ അബ്നോർമൽ ആണ്. pH നോർമൽ ആണ്, ബാക്കി 2 പേരും അബ്നോർമൽ ആണെങ്കിൽ ആ കണ്ടീഷൻ കോമ്പൻസേറ്റഡ് ആണ്. ഇനി പാർഷ്യലി കോമ്പൻസേറ്റഡ് എന്ന് പറയുമ്പം അവിടെ pH അബ്നോർമൽ ആണ്, അല്ലെ? pH അബ്നോർമൽ ആണ്, അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അബ്നോർമൽ ആണ്, അതുപോലെ തന്നെ അവിടെ ബൈകാർബണേറ്റും അബ്നോർമൽ ആണ്. അപ്പൊ 3 ആൾക്കാരും അബ്നോർമൽ ആണെങ്കിൽ പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണ്. ഈ അൺകോമ്പൻസേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ pH അബ്നോർമൽ ആണ്, പക്ഷെ ഒന്നെങ്കിൽ അവിടെ PCO2 അബ്നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ
ബൈകാർബണേറ്റ് അബ്നോർമൽ ആയിരിക്കും. അതായത് പി എച്ച് അവിടെ അബ്നോർമൽ ആയിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒരു വാല്യൂ, ഒന്നെങ്കിൽ അത് കാർബൺ ഡയോക്സൈഡ് ആവാം, അല്ലെങ്കിൽ അത് ബൈകാർബണേറ്റ് ആവാം. ഇവരിൽ ആരെങ്കിലും ഒരാള്, അതാണ് പറഞ്ഞിരിക്കുന്നത്, എനിവൺ അബ്നോർമൽ ആയിരിക്കും അല്ലെ. ഏതെങ്കിലും ഒരാൾ മാത്രമേ അബ്നോർമൽ ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ പി എച്ച് അബ്നോർമൽ ആണ്. നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം? പി എച്ച് നോർമൽ ഉള്ള ഒരു കണ്ടീഷനേ ഉള്ളൂ, അതാണ് കോമ്പൻസേഷൻ അല്ലെ. മൂന്നാളും അബ്നോർമൽ ആണ്, അതാണ് പാർഷ്യലി കോമ്പൻസേഷൻ. പി എച്ച് അബ്നോർമൽ ആണ്, രണ്ടിൽ ഏതെങ്കിലും ഒരാൾ അബ്നോർമൽ ആയിരിക്കും, അതാണ് അൺകോമ്പൻസേറ്റഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തിരുന്നാൽ നമുക്ക് മൊത്തം മാർക്ക് സ്കോർ ചെയ്യും. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ABG result of a client are pH 7.45, partial pressure of carbon dioxide 30, bicarbonate 20. The nurse analyzes these results indicating which condition. അപ്പൊ നമുക്ക് ഈ ഒരു ABG റിസൾട്ട് ഏത് കണ്ടീഷൻ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു റിസൾട്ട് നോക്കുമ്പോൾ pH നോക്കാം. ആദ്യം നമുക്ക് pH 7.45 ആണ് അല്ലെ. നോർമൽ pH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ നമുക്ക് നോർമൽ ആണ് നോക്കാം. അടുത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 30 ആണ്. എത്രയാണ് നോർമൽ? 35 to 45 ആണ്. അപ്പൊ അവിടെ കാർബൺ ഡയോക്സൈഡ് കുറവാണ് അല്ലെ. ബൈകാർബണേറ്റ് 20 ആണ് കാണുന്നത് അല്ലെ. അപ്പൊ ബൈകാർബണേറ്റ് കുറവാണ്, അപ്പൊ ബൈകാർബണേറ്റ് ഡിക്രീസ്ഡ് ആണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിക്രീസ്ഡ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തുനിന്ന് എന്താണ് മനസ്സിലായത്? കാർബൺ ഡയോക്സൈഡ് കുറവായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അത് എന്ത് കണ്ടീഷനാണ്? ആൽക്കലോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അസിഡോസിസ് ഇതിന്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു അല്ലെ. ഇതായിരിക്കില്ല, ഈ ഒരു ഓപ്ഷൻ അല്ല. അതുപോലെ തന്നെ അസിഡോസിസ് ഉള്ള ഈ ഒരു കണ്ടീഷനും ആയിരിക്കില്ല. pH നമ്മൾ നോക്കി, അത് നോർമൽ ആണ്. കാർബൺ ഡയോക്സൈഡ് കുറവാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് കുറയാന്ന് പറയുമ്പോൾ അതൊരു ആൽക്കലൈൻ കണ്ടീഷൻ ആയിരിക്കണം ആൻസർ. അതുപോലെ നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ബൈകാർബണേറ്റിന്റെ വാല്യൂ 20 ആണ്, pH നോർമൽ ആണ്. pH നോർമൽ ആണ്. അപ്പൊ ബാക്കി രണ്ട് വാല്യൂസും അബ്നോർമൽ ആണെങ്കിൽ അത് ഏതാണ് കണ്ടീഷൻ? കോമ്പൻസേറ്റഡ് ആണോ, അൺകോമ്പൻസേറ്റഡ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ? ഇവിടെ ശ്രദ്ധിക്കുക, pH നോർമൽ ആണ് ഇവിടെ അല്ലെ. പക്ഷെ ഇവിടെ കാർബൺ ഡയോക്സൈഡ് അബ്നോർമൽ ആണ്, ബൈകാർബണേറ്റും അബ്നോർമൽ ആണ് അല്ലെ, അബ്നോർമൽ വാല്യൂ ആണ്. ഏതാണ് pH നോർമൽ ഉള്ളത്? ഏത് വാല്യൂ ആയിരിക്കും? പെട്ടെന്ന് മനസ്സിൽ ഓർത്തെടുത്ത് ഏത് വാല്യൂ ആയിരിക്കും? കോമ്പൻസേറ്റഡ് ആണ് അല്ലെ, കോമ്പൻസേറ്റഡ് ആണ്. അപ്പം ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ആൽക്കലോസിസ് കോമ്പൻസേറ്റഡ് ആണ് ആൻസർ എന്ന് പറയുന്നത്. കാരണം pH നോർമൽ ആണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറവാണ്, ബൈകാർബണേറ്റും കുറവാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അത് റെസ്പിറേറ്ററി ആൽക്കലോസിസുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് അല്ലെ. കാരണം കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ അവിടെ വല്ലാതെ അവിടെ കുറവാണ്. റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ് കണ്ടീഷൻ. ഇനി നമ്മൾ അത് കോമ്പൻസേറ്റഡ് ആണോ, അൺകോമ്പൻസേറ്റഡ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ നോക്കണം. pH നോർമൽ ആണ്, കാർബൺ ഡയോക്സൈഡ് അബ്നോർമൽ ആണ്, ബൈകാർബണേറ്റും അബ്നോർമൽ ആണ്. അപ്പൊ pH നോർമൽ ആയിട്ട് ബാക്കി രണ്ടാൾക്കാർ അബ്നോർമൽ ആണെങ്കിൽ അത് കോമ്പൻസേറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ABG റിസൾട്ട്സ് ആർ ഫോളോയിങ്. pH 7.12, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 90, ബൈകാർബണേറ്റ് 22, which indicates which condition അല്ലെ. അപ്പം ഇത് ഏത് കണ്ടീഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 7.12 എന്ന് പറയുന്ന സമയത്ത് അവിടെ pH എന്താണ് അവസ്ഥ? pH അവിടെ കുറവാണ് അല്ലെ, pH അവിടെ കുറവാണ്, pH കുറഞ്ഞു. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് 90 mmHg ആണ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അവിടെ കൂടുതലാണ് അല്ലെ, കൂടുതലാണ്. അവിടെ ബൈകാർബണേറ്റിന്റെ വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഏകദേശം ഒരു നോർമൽ നോർമൽ റേഞ്ചിന്റെ ഉള്ളിലാണ് കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, pH കുറയാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് എന്താണ് അതൊരു അസിഡോസിസ് കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ നോക്കുക, ആൽക്കലോസിസ് ഉള്ളത് രണ്ടും ഏതെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കുന്നു. അപ്പൊ എല്ലാം അസിഡോസിസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നു, കാർബൺ ഡയോക്സൈഡ് അവിടെ കൂടുതലാണ് അല്ലെ, അസിഡോസിസിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിരിക്കും. ബൈകാർബണേറ്റ് നോർമൽ ലെവലാണ് എന്ന് പറയുമ്പോൾ അത് റെസ്പിറേറ്ററി റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റബോളിക് കട്ട് ചെയ്ത് കളയും അല്ലെ. ഫസ്റ്റ് നമ്മൾ മെറ്റബോളിക് കട്ട് ചെയ്ത് കളയും. കാരണം അവിടെ എന്താണ്, അവിടെ കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ ആണ് വളരെ കൂടുതലുള്ളത് അല്ലെ, കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ കൂടുതലാണ്. ബൈകാർബണേറ്റ് നോർമൽ ആയതുകൊണ്ട് തന്നെ മെറ്റബോളിക് ആയിരിക്കില്ല, റെസ്പിറേറ്ററി ആണ് അവിടെ കണ്ടീഷൻ.
ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം അസിഡോസിസ് ഓപ്ഷൻ ആണല്ലോ. നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് കിടക്കുന്നത്. റെസ്പിറേറ്ററി അസിഡോസിസ് അൺകോമ്പൻസേറ്റഡ്, ഇത് കോമ്പൻസേറ്റഡ്. ഇനി ഇതിൽ നോക്കുമ്പോൾ പി എച്ച് ഇവിടെ അബ്നോർമൽ ആണ് അല്ലെ. വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നോക്കുമ്പോൾ കൂടുതലാണ്, അപ്പം ഇതും അബ്നോർമൽ ആണ് അല്ലെ. പക്ഷെ ബൈകാർബണേറ്റ് നോർമൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, പി എച്ച് ഇവിടെ അബ്നോർമൽ ആണ്, ബൈകാർബണേറ്റ് ഇവിടെ അബ്നോർമൽ ആണ്, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ അബ്നോർമൽ ആണ്, ബൈകാർബണേറ്റ് നോർമൽ ആണ്. പി എച്ചിന്റെ വാല്യൂ അബ്നോർമൽ ആവുകയും വേറെ ഏതെങ്കിലും രണ്ട് പാരാമീറ്റേഴ്സിൽ ഒന്ന് അബ്നോർമലും ഒന്ന് നോർമലും ആവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അൺകോമ്പൻസേറ്റഡ് മെക്കാനിസം എന്നാണ് പറയുന്നത് അല്ലെ. അൺകോമ്പൻസേറ്റഡ്. അപ്പൊ റെസ്പിറേറ്ററി അസിഡോസിസ് അൺകോമ്പൻസേറ്റഡ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും ഇൻകറക്റ്റ് ആണ്. അപ്പൊ നോക്കുക, ഇവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് അൺകോമ്പൻസേറ്റഡ് ആണ് ആൻസർ. എങ്ങനെ വന്നു നോക്കാം. പി എച്ച് 7.12 എന്ന് പറയുമ്പോൾ പി എച്ച് കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ബൈകാർബണേറ്റ് നോർമൽ ലെവലാണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായത് റെസ്പിറേറ്ററി ആണ് അല്ലെ. ഇനി അത് അസിഡോസിസ് ആണെന്ന് മനസ്സിലായത്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ കൂടുതലാണ്, പി എച്ച് കുറവാണ്. അപ്പൊ നമുക്കത് അസിഡോസിസ് ആണെന്ന് മനസ്സിലായി. ഇനി പി എച്ചും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റും അബ്നോർമൽ ആണ്, പക്ഷെ HCO3 അവിടെ നോർമൽ ആണ് എന്ന് പറയുമ്പം അത് എന്താണ്, അൺകോമ്പൻസേറ്റഡ് ആണ്. അൺകോമ്പൻസേറ്റഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് റെസ്പിറേറ്ററി അസിഡോസിസ് അൺകോമ്പൻസേറ്റഡ് ആണ് എന്നുള്ള ആൻസറിലോട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ABG റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് ദ ക്ലയന്റ് ഹാവിംഗ് പ്രൊലോങ്ഡ് സിവിയർ ആസ്മ അറ്റാക്ക്? Option A, decreased partial pressure of carbon dioxide, increased partial pressure of oxygen, decreased pH, increased partial pressure of carbon dioxide, decreased partial pressure of oxygen, decreased pH, increased partial pressure of carbon dioxide, increased partial pressure of oxygen, increased pH. Last option, decreased partial pressure of carbon dioxide, decreased partial pressure of oxygen, increased pH. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലയന്റിന് സിവിയർ ആസ്മ അറ്റാക്ക് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ABG റിസൾട്ട് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സിവിയർ ആസ്മ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ലങ്സിന് ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് കളയാൻ പറ്റാത്തത്. അതിന്റെ ഭാഗമായിട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടും അല്ലെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയും. അപ്പം അറിയാം നമുക്ക് ആസ്മ അറ്റാക്കിൽ സാധാരണയായിട്ട് കാണുന്നത് അസിഡോസിസ് ആണ് അല്ലെ, റെസ്പിറേറ്ററി അസിഡോസിസ് കാണാം അല്ലെ. അപ്പൊ pH അവിടെ കുറവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളെ മൈൻഡിലുണ്ട്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരിക. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആവുന്ന സമയത്ത് ലങ്സിന് പുറത്തോട്ട് എക്സ്പെൽ ചെയ്ത് കളയാൻ പറ്റുന്നില്ല, ഓക്സിജൻ കുറയുന്നു ശരീരത്തിൽ അല്ലെ, pH കുറയുന്നു എന്ന് പറയുമ്പോൾ അസിഡോസിസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത് വിശദമായിട്ട് ഒന്നുകൂടെ നോക്കാം. ആൻസർ ബി ആണ് വരുന്നത്. ഇൻ ആസ്മ airway obstructed, partial pressure of carbon dioxide increased, pH decreased and partial pressure of oxygen decreased. Next question, which of the following option indicate client with advanced COPD അല്ലെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ് അല്ലെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആസ്മയുടെ കാര്യത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് COPDയിലും നമുക്ക് ഈ ഒരു അസിഡോസിസിന്റെ കണ്ടീഷനിൽ പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണോ, ഇൻക്രീസ്ഡ് pH ആണോ, ഇൻക്രീസ്ഡ് ഓക്സിജൻ സാച്ചുറേഷൻ ആണോ വരിക? അപ്പം ക്രോണിക് എയർവേ ഒബ്സ്ട്രക്റ്റഡ് പൾമണറി ഡിസീസ് ആണല്ലോ. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ കൂടുതൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. COPDയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും, അതുപോലെ തന്നെ pH നമ്മൾ നോക്കുകയാണെങ്കിൽ pH കുറവായിരിക്കും അല്ലെ. pH കൂടുക എന്ന് പറയുമ്പോൾ അത് ആൽക്കലോസിസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ pH കുറവായിരിക്കും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതായതുകൊണ്ട് തന്നെ pH നമ്മൾ നോക്കുന്ന സമയത്ത് pH കുറവായിരിക്കും, അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ കുറവായിരിക്കും കാണുക. ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം ആൻസർ എ, ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരിക അല്ലെ. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, ഓക്സിജൻ കുറവായിരിക്കും, pH കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABG റിസൾട്ട് pH 7.6, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 120, ബൈകാർബണേറ്റ് 25, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 31. വിച്ച് ഇൻഡിക്കേറ്റ്സ് അല്ലെ. അപ്പൊ ഏത് കണ്ടീഷനെയാണ് ഈ ഒരു ABG റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ആൻസർ വരിക എന്നുള്ളത് നോക്കാം. അപ്പം ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന റെസ്പിറേറ്ററി ആൽക്കലോസിസ് അൺകോമ്പൻസേറ്റഡ്, ബി മെറ്റബോളിക് ആൽക്കലോസിസ് അൺകോമ്പൻസേറ്റഡ്,
C. Respiratory acidosis partially compensated. D. Metabolic alkalosis partially compensated. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും pH 7.6 ആണ്. എത്രയാണ് നമ്മുടെ നോർമൽ pH? 7.35 to 7.45 ആണ്. അപ്പൊ ഇത് കൂടുതലാണോ കുറവാണോ? ഇത് 7.6 എന്ന് പറയുമ്പോൾ കൂടുതലാണ്. 7.45നേക്കാട്ടും കൂടുതൽ വന്നു അല്ലെ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്ത് കണ്ടീഷനാണ്? ആൽക്കലോസിസ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നോക്കൂ 120 ആണ് അല്ലെ? കൂടുതലാണ്. ബൈകാർബണേറ്റ് നമ്മൾ നോക്കുമ്പോൾ എത്ര വരുന്നത്? 25 ആണ്. വിത്തിൻ ലിമിറ്റ്സ് ആണ് വരുന്നത് അല്ലെ? കാർബൺ ഡയോക്സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് 31 ആണ്. നോർമൽ എത്രയാണ്? 35 to 45 ആണ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഇവിടെ കുറവാണ്. നമ്മൾ നോക്കുമ്പോൾ pH 7.6 ആണ്. ആൽക്കലോസിസ് ആണ് കാണുന്നത്. കാർബൺ ഡയോക്സൈഡ് കുറവാണ്. ആൽക്കലോസിസിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ബൈകാർബണേറ്റിന്റെ വാല്യൂ നോക്കുമ്പോൾ അത് നോർമൽ ആണ്. അപ്പൊ അത് മെറ്റബോളിക് അല്ല അല്ലെ? അപ്പൊ pH 7.6 ആണ്. pH ഇവിടെ കൂടുതലാണ്. പക്ഷെ pHന്റെ ശത്രുവായ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ നോക്കുമ്പോൾ എത്രയാണത്? കുറവാണ് അല്ലെ? അപ്പൊ pHന്റെ നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ആണ് ഇവിടെ കാർബൺ ഡയോക്സൈഡിന് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? റെസ്പിറേറ്ററി ആൽക്കലോസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി നമുക്കിത് അൺകോമ്പൻസേറ്റഡ് ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഒറ്റൊരു ഓപ്ഷനിലേ വന്നിട്ടുള്ളൂ. ബാക്കി ഇത് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്, ഇവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്, ഇവിടെ മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. നമുക്ക് ആൻസർ കിട്ടി അൺകോമ്പൻസേറ്റഡ് ആണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. നമ്മൾ അൺകോമ്പൻസേറ്റഡ് എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? pH അബ്നോർമൽ ആയിരിക്കും വിത്ത് കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ HCO3 ഏതെങ്കിലും ഒന്ന് അബ്നോർമലും ഏതെങ്കിലും ഒന്ന് നോർമലും ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബൈകാർബണേറ്റ് നോർമൽ ആണ്, കാർബൺ ഡയോക്സൈഡ് ഇവിടെ അബ്നോർമൽ ആണ്, വിത്ത് pH അബ്നോർമൽ ആണ്. pH അബ്നോർമൽ ആണ്, ബൈകാർബണേറ്റ് നോർമൽ ആണ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അബ്നോർമൽ ആണ്. അപ്പൊ pH അബ്നോർമൽ ആയിരിക്കുകയും അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ നോർമൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് അൺകോമ്പൻസേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടി. എന്താണ്? റെസ്പിറേറ്ററി ആൽക്കലോസിസ് അൺകോമ്പൻസേറ്റഡ്. അപ്പൊ ഇതാണ് ആൻസർ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് അൺകോമ്പൻസേറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABG റിസൾട്ട് ഷോസ് pH 7.16, partial pressure of carbon dioxide 80, partial pressure of oxygen 46, bicarbonate 24, saturation of oxygen 81 അല്ലെ? അപ്പൊ ഇതിൽ ഏത് കണ്ടീഷനാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെറ്റബോളിക് അസിഡോസിസ് ആണോ, ആൽക്കലോസിസ് ആണോ, റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണോ? അപ്പൊ pH 7.16 ആണ്. അപ്പൊ നമ്മൾ നോർമൽ pH എത്രയാണ്? 7.35 to 45 ആണ്. അപ്പൊ 7.1 ആയതുകൊണ്ട് തന്നെ pH കുറവാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ pH കുറവാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എന്താണ്? അസിഡോസിസ് ആണ് അല്ലെ? കാർബൺ ഡയോക്സൈഡ് നമ്മൾ നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 35 മുതൽ 45 വരെ 35 to 45 ആണ്. ഇവിടെ 80 ആണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ നോക്കുക അസിഡോസിസ് ആണ് നമുക്ക് ഉറപ്പായി. pH തന്നെ നമുക്ക് അസിഡോസിസ് ആണെന്ന് ഉറപ്പായി അല്ലെ? pH കുറവാണ്, 7.1 ആണ്. അപ്പൊ അത് അസിഡോസിസ് ആണ് അല്ലെ? അപ്പൊ ബൈകാർബണേറ്റ് നമ്മൾ പെട്ടെന്ന് നോക്കുന്നു, അത് നോർമൽ ആണ് അല്ലെ? 22 to 27 അല്ലെങ്കിൽ 26 വരെയൊക്കെ നോർമൽ ആണ്. അപ്പൊ ഇത് മെറ്റബോളിക് അല്ല, ഇത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഓക്സിജൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറവാണ്, 80 to 100 ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വരേണ്ടത്, ഇവിടെ 46 ആണ്. അപ്പം എന്താണ് കണ്ടീഷൻ? റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് right answer. Next question, a client is on hypoventilation, so the nurse assess for a complication of. അപ്പൊ പേഷ്യന്റ് ഹൈപ്പോവെന്റിലേഷനിലാണ്. അപ്പൊ ഏതായിരിക്കും ഇവിടെ കണ്ടീഷൻ അല്ലെ? റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, ആൽക്കലോസിസ് ആണോ, മെറ്റബോളിക് അസിഡോസിസ് ആണോ, മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ? അപ്പൊ ഹൈപ്പോവെന്റിലേഷൻ ആണ് അല്ലെ? ഹൈപ്പോവെന്റിലേഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് ആ ഒരു കാർബൺ ഡയോക്സൈഡ് എക്സ്പെൽ ചെയ്ത് കളയാൻ കഴിയുന്നില്ല അല്ലെ? നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് ആ ഒരു കാർബൺ ഡയോക്സൈഡിന്റെ പേഷ്യന്റ് പുറത്തോട്ട് കളയാൻ പറ്റുന്നില്ല അല്ലെ? ആ ഒരു ബ്രീത്തിങ് വഴി പുറത്തോട്ട് കളയാൻ പറ്റുന്നില്ല. ഹൈപ്പോ വെന്റിലേഷൻ ആണ്, വെന്റിലേഷൻ കുറവാണ് അവിടെ അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടും അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അത് എന്ത് കണ്ടീഷനാണ്? അസിഡോസിസിലോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഹൈപ്പോ വെന്റിലേഷൻ അല്ലെ? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ എ, റെസ്പിറേറ്ററി അസിഡോസിസ്. അപ്പൊ ഹൈപ്പോവെന്റിലേഷന്റെ സമയത്ത് ലങ്സ് കനോട്ട് എക്സ്പെൽ കാർബൺ ഡയോക്സൈഡ്, സോ കാർബൺ ഡയോക്സൈഡ് ബിൽഡ് അപ്പ് ഇൻ ബ്ലഡ് വിച്ച് ലീഡ്സ് ടു അസിഡോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാർക്കോട്ടിക് അനാൽജസിക്സ്, client is in danger of respiratory arrest, ABG done, and what is the expected partial pressure of carbon dioxide value?
നമ്മൾ നാർക്കോട്ടിക് അനാൽജസിക്സ് കൊടുത്തു കഴിഞ്ഞു പേഷ്യന്റ് അല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പേഷ്യന്റ് റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ABG ചെയ്തു. ABG ചെയ്ത സമയത്ത് എത്രയായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ നാർക്കോട്ടിക് അനാൽജസിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് പേഷ്യന്റ് എന്ത് സംഭവിക്കും പേഷ്യന്റിന് എന്ത് സംഭവിക്കും പേഷ്യന്റെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാവും അല്ലെ. ഹൈപ്പോ വെന്റിലേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. പേഷ്യന്റെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും അല്ലെ. റെസ്പിറേറ്ററി ഡിപ്രഷന്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. പേഷ്യന്റ് അസിഡോസിസ് ആയിരിക്കും കാണുക. റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് കാണുക. അപ്പൊ നമുക്കറിയാം 15 എന്നൊക്കെ പറയുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. നോർമൽ വാല്യൂ 35 to 45 ആണ്. അപ്പൊ ഈ 15ഉം 30 ഒക്കെ ആ ഒരു ലെവലിന് കുറവാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. ഇവിടെയല്ല. 35 to 45ന്റെ ഇടയിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നോർമൽ ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അല്ലെ. ഇവിടെ കൂടുതലുള്ള വാല്യൂ ഏതാണ്? 80 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 80 mmHg ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നാർക്കോട്ടിക് അനാൽജസിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഒക്കെ ആയിട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാവുകയാണ് ചെയ്യുക. അസിഡോസിസ് കണ്ടീഷനാണ് കാണുക. ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. നാർക്കോട്ടിക് ഡ്രഗ് കോസസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. The lungs cannot expel carbon dioxide due to reduced lung function. So carbon dioxide builds up in the bloodstream which causes respiratory acidosis. Normal carbon dioxide level is 35 to 45. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരു ആൻസർ മനസ്സിലായി നമുക്ക്. Next question. Mrs. Neena is in postoperative ICU on morphine sulfate for pain management. Client's respiratory rate 8 per minute shows shallow breathing. The nurse immediately get ABG and it shows pH 7.10, partial pressure carbon dioxide 70, bicarbonate 24. What does this mean? അല്ലെ. ഇപ്പൊ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐസിയുയിൽ നമ്മൾ ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞു. മോർഫിൻ സൾഫേറ്റ് പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് പേഷ്യന്റിന് ഷാലോ ബ്രീത്തിങ് കാണുന്നുണ്ട് അല്ലെ. ബ്രീത്തിങ് ഷാലോ ബ്രീത്തിങ് ആണ്. ഇപ്പൊ റെസ്പിറേറ്ററി റേറ്റ് നോക്കുമ്പോൾ കുറവാണ്. ഇപ്പൊ നോർമലി നമ്മൾ പറയും അഡൾട്ടിന്റെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് വിത്തിൻ ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 12 to 20 ആണ്. പക്ഷെ നമ്മൾ നോക്കും ഇവിടെ റേറ്റ് 8 ആണ് എന്ന് പറയുമ്പോൾ കുറവാണ്. റെസ്പിറേറ്ററി റേറ്റ് കുറവാണ് അല്ലെ. പേഷ്യന്റ് ടാക്കീപ്നി ആണ്. The nurse immediately get ABG ചെയ്തു. അപ്പൊ ഈ ഒരു വാല്യൂസ് ഒക്കെയാണ് കണ്ടത്. അപ്പൊ ഏത് കണ്ടീഷനാണ് ഇത് കാണിക്കുന്നത്? pH 7.10 ആണ്. അപ്പൊ നമ്മൾ pH നോക്കുമ്പോൾ 7.35 to 45 ആണ് വേണ്ടത്. 7.35 to 45 ആണ്. ഇവിടെ 7.1 ആണ്. pH കുറവാണ്. അസിഡോസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നോക്കുമ്പോൾ 35 to 45 ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ 70 ആണ്. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അസിഡോസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലെ. റെസ്പിറേറ്ററി അസിഡോസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബൈകാർബണേറ്റ് നോർമൽ ലെവലാണ്. 22 to 27 അല്ലെ 26 ആണ് നമ്മൾ റേഞ്ച് പറയുന്നത്. ഇത് നോർമൽ ആണ്. അപ്പൊ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് അല്ലെ. നമ്മൾ നോക്കുക റെസ്പിറേറ്ററി അസിഡോസിസ് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഇത് അൺകോമ്പൻസേറ്റഡ് ആണോ കോമ്പൻസേറ്റഡ് ആണോ എന്ന് നമുക്ക് നോക്കണം അല്ലെ. അപ്പം ഇതാണ് നമുക്ക് റെസ്പിറേറ്ററി അസിഡോസിസ് അൺകോമ്പൻസേറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലെ. ഇനി ഇതെങ്ങനെയാണ് കോമ്പൻസേറ്റഡ് ആണോ അൺകോമ്പൻസേറ്റഡ് ആണോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് pH ഇവിടെ അബ്നോർമൽ ആണ് അല്ലെ. അതിന്റെ കൂടെ ഒരു വാല്യൂ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ അബ്നോർമൽ ആണ്. പക്ഷെ ബൈകാർബണേറ്റ് നോർമൽ ആയതുകൊണ്ട് pH അബ്നോർമൽ ആയിരിക്കുകയും ഒരു വാല്യൂ നോർമലും ഒരു വാല്യൂ അബ്നോർമലും ആണെങ്കിൽ നമ്മൾ അതിനെ അൺകോമ്പൻസേറ്റഡ് ആയിട്ടാണ് പറയാ. റെസ്പിറേറ്ററി അസിഡോസിസ് അൺകോമ്പൻസേറ്റഡ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ pH decreased indicating acidosis, partial pressure of carbon dioxide increased indicating respiratory acidosis, pH abnormal with partial pressure of carbon dioxide abnormal and bicarbonate normal, so uncompensated. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Ray admitted for surgery. He is very anxious of upcoming surgery. He begins to hyperventilate and become very dizzy. Start ABG shows pH 7.6, partial pressure of carbon dioxide 22, bicarbonate 25. What is the finding? Metabolic acidosis uncompensated, respiratory alkalosis partially compensated, respiratory alkalosis uncompensated, metabolic alkalosis partially compensated. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. Okay, thank you.